ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. ഫുൾ വീഡിയോ ആണ് ഇടുന്നത്. എപ്പോഴും ഞാൻ വിചാരിക്കലുണ്ട് ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഫുൾ വീഡിയോ ഒന്ന് ഇടണമെന്ന് വിചാരിക്കലുണ്ട്. കഴിയാറില്ല. എന്നോന്ന് പറയുമ്പോൾ നമ്മൾ വാലന്റൈൻസ് ഡേൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഓരോ ഇതൊക്കെ ആയി ബിസികളൊക്കെ ആയി പിന്നെ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനും ഇക്കയും ഉമ്മയും ഇക്കാൻ്റെ ഉമ്മയും ഞങ്ങളുടെ മോളും ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ പോണത്. ഹൈലൈറ്റ് മാളിലേക്കാണ് പോണത്. അപ്പൊ നമ്മൾ പോയി ഇപ്പൊ ടോൾ ബൂത്തിന്റെ അവിടെ എത്തി. അവിടെ നല്ലതാണ് കേട്ടോ. ബ്ലോക്കാണ്. എന്ത് ബ്ലോക്കാണ്! ഇവിടുന്ന് അങ്ങോട്ട് പോണ വാഹനവും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനവും ഒക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ഓട്ടോറിക്ഷക്കാർക്ക്, ബൈക്ക്, സ്കൂട്ടി അങ്ങനെയുള്ളവർക്കൊക്കെ പോവാനായിട്ടൊരു വേറൊരു അവിടെ സൈഡിലുള്ള ചെറിയൊരു ഇതുണ്ട്, വഴിയുണ്ട്. ആ വഴി കൂടി ഞങ്ങൾ പോണേ. ഞങ്ങൾക്ക് ബ്ലോക്ക് ഒന്നുമില്ല. ഞങ്ങൾ വേഗം രക്ഷപ്പെട്ടിട്ടോ. ഏകദേശം ഞങ്ങൾ ടോൾ ബൂത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോള് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഓൾക്ക് നല്ല ഇഷ്ടമാണ് ഹൈലൈറ്റ് മാളിലേക്ക്, ലുലു മാൾക്കൊക്കെ പോകുന്നത്. എവിടെ പോവേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ആദ്യം പറയണത് ഹൈലൈറ്റ് മാളും ലുലു മാളും. കാരണം സ്റ്റെയർ കേസിൽ ഇങ്ങനെ സ്റ്റെയർ കേസിൽ പോകാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അതിലിങ്ങനെ കയറി ഇന്നിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഉമ്മാക്കാണെങ്കിൽ അതിൽ കയറാൻ കഴിയൂല. അപ്പോൾ ലിഫ്റ്റിൽ തന്നെ കയറണം. മറ്റേ ലിഫ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ തല കറങ്ങും. അതിൽ കയറുന്നതേ എനിക്ക് ഇഷ്ടമല്ല. വലിയൊരു ഭയങ്കര തലമിന്നലും ഛർദിയൊക്കെ വരും കേട്ടോ അതിൽ കയറുമ്പോൾ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം കുറച്ചും കൂടി പോയാൽ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് എത്തുവേ. നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ വണ്ടി പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ താഴത്തൊന്നും പാർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഓട്ടോയ്ക്കായിട്ട് മാത്രമായിട്ടൊരു പ്രത്യേക ഒരു സ്ഥലവും കാറിനും ബൈക്കിനും വേറെ സ്ഥലവും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വണ്ടി പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈലൈറ്റ് മാളിൽ ചെന്ന ഉടനെ ആദ്യം നമ്മൾ പോയി നെസ്റ്റോൾക്ക്. ഉമ്മാക്കാണെങ്കിൽ സ്റ്റെയർ കേസിൽ ഇങ്ങനെ കയറിയിട്ട് എന്തൊക്കെയോ പേടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ പിടിച്ചിട്ടാണ് അങ്ങോട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ നെസ്റ്റോയിലേക്ക് എത്തുമ്പം എൻ്റെ പൊന്നോ, പല ഭക്ഷണങ്ങളും, പലവിധ ഭക്ഷണങ്ങളും, ഒരു രക്ഷയില്ല കേട്ടോ. പലതരം ഭക്ഷണങ്ങളാണല്ലോ അവിടുത്തെ ഭക്ഷണങ്ങൾ. ചൈനീസും ഒക്കെ എല്ലാ ഫുഡിങ്ങും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ കാണുമ്പം സത്യം പറഞ്ഞാൽ കഴിക്കാനൊക്കെ കൊതിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആരും കഴിക്കില്ല കേട്ടോ. ഞങ്ങൾ വേഗം ഇവിടെയൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി അവിടെ എന്തെങ്കിലും ചെറുതെന്തെങ്കിലുമൊക്കെ ഉള്ള ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറാണ്. കാരണം അവിടുത്തെ ഫുഡൊക്കെ കുറേ കാലമൊക്കെ പഴക്കം ചെന്നിക്കാണ്ടൊക്കെ വെച്ച ഫുഡൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ കഴിക്കാറില്ലേ. എന്ത് തരം ഫുഡാണേ കാണുന്നതെന്നോ. ഒരുപാടുണ്ട്. ചൈനീസ് ഫുഡും അല്ലാതെ പലതരം ഫുഡൊക്കെ അതിൽ കാണുന്നുണ്ട്. എത്ര ഐസ്ക്രീം, പലതരം ഐസ്ക്രീമൊക്കെ ഉണ്ട് അതിൽ. എനിക്ക് ശരിക്കും കറക്റ്റ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് കാണുന്നതിൽ. പലതും ഉണ്ട് കേട്ടോ. ഇതാ നമ്മളെ റോസ്റ്റ് ഐറ്റംസും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ നമ്മൾ എല്ലാ നെസ്റ്റോൾ പറഞ്ഞാൽ എല്ലാം ഉണ്ടാവുമല്ലോ. ഭക്ഷണം മാത്രമല്ല, നല്ല മിക്സി ആയിട്ടല്ലോ, അടിപൊളി മിക്സിയാണ്. നമ്മൾ പിന്നെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ പോയിട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിയപ്പോൾ ഉണ്ട് വാലന്റൈൻസ് ഡേൻ്റെ റോം വാക്ക് നടക്കുന്നു തോന്നുന്നുണ്ട്. കപ്പിൾസിൻ്റെ ഒക്കെ മത്സരമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റപ്പിലൊക്കെ അവിടെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാന്. പിന്നെ നമ്മൾ എന്താ അറിയാൻ വേണ്ടി താഴത്തോട്ടൊന്ന് ഇറങ്ങിപ്പോയി നോക്കിട്ടോ. അതാ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചേരൊക്കെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷെ ഇത് പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മള് അവിടുന്ന് പോയി. അടുത്ത ഫ്ലോറിൽ കണ്ട 2 ചിറകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല അടിപൊളിയാണ്. ഞങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോയപ്പോൾ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട്
ഇവളൊക്കെ ഞങ്ങളെ മോളങ്ങനെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ പറയണ്ടേനി കാണണോ ഈ ഉള്ളിൽ പോണോന്നൊക്കെ. കാണാനൊക്കെ എല്ലാ ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ക്യാഷൊക്കെ മുടക്കണ്ടേ. ചെറിയ ചെറിയ ക്യാഷൊക്കെ വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ വലിയ ക്യാഷൊക്കെ അല്ലേ. പിന്നെ എൻ്റെ മോൾക്ക് അങ്ങനെ കളിക്കാനൊന്നും അറിയില്ലേ. LKG പഠിക്കുന്ന കുട്ടിയാട്ടോ ഓള്. അങ്ങനെ പോയി നമ്മളങ്ങനെ അല്ല ആ ചെടികളൊക്കെ ആ പുൽച്ചെടികളൊക്കെ വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ വെച്ചതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. ആ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. പിന്നെ നമ്മളെ മഹാരാജ ഗോൾഡ് ഡയമണ്ടിന്റെ ഷോറൂം ഇങ്ങനെ തെരഞ്ഞു നടക്കുക കേട്ടോ. എവിടെ നമുക്ക് അറിയില്ലേന്ന്. നമ്മള് അതിന്റെ ഇനാഗുറേഷന്റെ അന്ന് വന്നിരുന്നു കേട്ടോ. അന്ന് നമുക്ക് അവിടെ ഡയമണ്ട് നെക്ലേസ് ഒക്കെ കൂപ്പണൊക്കെ ചെയ്തിട്ട് പേര് ഇപ്പം കിട്ടുന്നവർക്ക് ഡയമണ്ട് നെക്ലേസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് നമ്മളങ്ങനെ വന്നീനി. അതിൽ ഫസ്റ്റിൽ അടിച്ച ഒരാളാണ് ഞാൻ ഡയമണ്ട് നെക്ലേസ്. അപ്പൊ ഞങ്ങളെ വീഡിയോയും ഞങ്ങളെ ആ ഒരു ഇതൊക്കെ അവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്ക്രീനിലെങ്ങനെ അതിലിങ്ങനെ നമ്മൾ വാങ്ങുന്നതും ഒക്കെ. അപ്പൊ നമുക്ക് അവരെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടേനി. അങ്ങനെ നമ്മള് അവരെ വിസിറ്റ് ചെയ്ത്. പക്ഷെ അവിടെ മാമും സാറും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവരെ കാണണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവരെ വന്നില്ല. ഒരു ചെറിയൊരു വിഷമം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മളങ്ങനെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടു. അവിടെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടപ്പോൾ സത്യമായിട്ട് നല്ല സന്തോഷം തോന്നിട്ട് നമുക്ക്. നമ്മള് ഇനിയിപ്പോ അടുത്തടുത്ത് വരുന്ന വരെ ആ സ്ക്രീനിൽ അങ്ങനെ ഓടുമല്ലോ. അപ്പൊ ഒരു സത്യമായിട്ട് പറഞ്ഞാല് നല്ലൊരു സന്തോഷം തോന്നിട്ടോ. അവരെ കാണാൻ കഴിയാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എത്മാളൊക്കെ കണ്ട് ഹാപ്പി ആയി സന്തോഷമായി. നമ്മൾ അവിടുന്ന് 2 ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമ്മൾ ഇപ്പം അവിടുന്ന് പോന്നു കേട്ടോ. അവിടുന്ന് പോന്ന് നമ്മള് ഹോട്ടലിൽ കയറിയ ഒരു നല്ല ഫാമിലിക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു ഹോട്ടൽ കേട്ടോ. നമുക്ക് കണ്ടോ എല്ലാ ഒതുക്കത്തിൽ നല്ല രസത്തിൽ കാണാൻ കേട്ടോ. നല്ല വൃത്തിയുണ്ടേ കാണാന്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളെ കഴിക്കുന്ന ഡൈനിങ് ടേബിൾ ആയാലും ഉണ്ടാക്കണ അടുക്കള ആയാലും ഒക്കെ ഒരു വൃത്തി വേണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു സൗന്ദര്യം. അപ്പൊ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകി നമ്മള് ഷവർമ്മ ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ നമ്മളെ ഷവർമ്മ കണ്ട് എത്തിയപ്പോ എൻ്റെ മോനെ എന്തൊരു നല്ല രസമെന്ന്. നല്ല അടിപൊളി കേട്ടോ. എന്താന്ന് വെച്ചാല് കുറച്ചേ ഉള്ളൂ. ചിക്കൻ നല്ല വിലയല്ലേ. അപ്പം ഷവർമ്മ കുറച്ചേ ഉള്ളൂ, പകുതി. അപ്പം നമ്മള് ആ ഷവർമ്മ ഒക്കെ കഴിച്ച് ബില്ല് നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ലൊരു സുഖം. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു ഷവർമ്മ കഴിച്ചപ്പോൾ 462 റുപ്യ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഉമ്മാനെ ആക്കി കൊടുത്ത് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.